വേടൻ്റെ രാഷ്ട്രീയവും ഈ സിനിമയുടെ രാഷ്ട്രീയവും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ബന്ധമുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അയ്യോ ശരിക്കും ഭയങ്കര ഇമോഷണലായി. നമ്മൾ ഈ കഥകളിൽ കേട്ടിട്ടുള്ളതും അതേല്ലേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് അത് കണ്ടപ്പോൾ നല്ലൊരു സോഷ്യൽ മെസ്സേജിൽ ഒരു സിനിമയാണ്. സിനിമകൾ ഇങ്ങനെ വരട്ടെ. ഞങ്ങളൊക്കെ ഒരു സ്കൂൾ കാലത്താണ് ആ സംഭവം നടന്നിരുന്നത്. അതാണ് ഞങ്ങൾ ഓർമ്മ. അത് അതുപോലെ തന്നെ റെക്രിയേറ്റ് ചെയ്തിരുന്നു. രക്ഷയില്ല. അവനോട് ഓരോരോ എക്സ്പ്രഷൻസ് കാണുമ്പോഴത്തേക്കും നമ്മളെ ക്ലൈമാക്സിൽ ഓരോ സംഭവങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും എങ്ങനെയാ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ട് നമ്മൾ കരഞ്ഞു പോവായിരുന്നു. പത്രത്തിലൂടെ അറിഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ അന്നത്തെ കാലത്ത് ഇത്രയും ഭീകരമായിരുന്നു, അവിടെ ഇത്രയും പേര് മരിച്ചിട്ടുണ്ട്, ഇത്രയും ഭീകരമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ കണ്ടുവരുന്ന ഒരു പിടി മനുഷ്യന്മാരെ മനുഷ്യനായിട്ട് കാണാത്തതിന്റെ പേരിലുണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ. ജാതി, മതം, വർണ്ണം, ഭേദം എന്ന് അതൊക്കെ വെച്ചിട്ട് മനുഷ്യനെ തിരിക്കുന്നതിൻ്റെയും അത് അനുഭവിച്ചവർക്കാണല്ലോ അതിന്റെ കഷ്ടപ്പാടും ഇതും അറിയുള്ളൂ. ടോവിനോട് അഭിനയൊക്കെ കരയിപ്പിച്ചാണല്ലോ നമ്മളെ. അടിപൊളി മൂവിയാ. ഫീലായിരുന്നു, കരച്ചിൽ വരികയായിരുന്നു. അവസാനമൊക്കെ ഇരുന്ന് കരഞ്ഞുപോയി. ആ നല്ലതാണ്, കൊള്ളാം. നല്ല മേക്കിങ് അടിപൊളി. എനിക്കിഷ്ടപ്പെട്ടില്ല. എല്ലാവരും കാണണം. ഇങ്ങനെ ജോലിയുടെ കാര്യങ്ങളും സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നാണ് പോകുന്നത്. അത് പറയുന്നുണ്ട്. അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്തായിരുന്നു. പെട്ടെന്ന് ഞങ്ങളും PSC എക്സാം ഒക്കെ എഴുതുന്നോണ്ട് അതിൻ്റെയൊക്കെ ഒരു തോന്നിയായിരുന്നു. ആ സിനിമ കണ്ടപ്പോൾ ഫസ്റ്റ് കണ്ടപ്പോൾ മനസ്സിലായി. ഞാൻ പറയുകയും ചെയ്തു. ടോവി വിഷമം ചെയ്യുമ്പോൾ വളരെ റിലേറ്റബിൾ ആണ്. ഞങ്ങളും കരഞ്ഞു പോയി. നല്ല സിനിമയായിരുന്നു. അതെ, തീർച്ചയായും നടന്നൊരു സംഭവമാണല്ലോ. ബേസ് ആയിട്ടുള്ള നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അത് സത്യത്തോട് നീതി പുലർത്തുന്ന രീതി തന്നെ എടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് സംഭവം. ആ സംഭവം നന്നായിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഒരു സ്കൂൾ കാലത്താണ് ആ സംഭവം നടന്നിരുന്നത്. അതാണ് ഞങ്ങൾ ഓർമ്മ. അത് അതുപോലെ തന്നെ റെക്രിയേറ്റ് ചെയ്തിരുന്നു. തീർച്ചയായും PSCനെ സംബന്ധിച്ചുള്ള പല വിഷയങ്ങളും അല്ലെങ്കിൽ ഇപ്പൊ ന്യൂസിന്റെ നടക്കുന്ന കുറെ സംഭവങ്ങളൊക്കെ കാണിച്ചിരുന്ന എങ്ങനെയുണ്ടായിരുന്നു? ഇല്ലില്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ പണം നന്നായിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണും. ടോവിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല പെർഫോമൻസ് ആണ്, ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോവിയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ എനിക്ക് പറഞ്ഞ് കാണാൻ പറ്റുക. അവരൊക്കെ നല്ല പെർഫോമേഴ്സ് ആണ്. അതുകൊണ്ട് എനിക്ക് കരിയർ ബെസ്റ്റ് ഒന്നുമല്ല, എനിക്ക് തോന്നുന്നത് ഈസ് എ ഗ്രേറ്റ് പെർഫോമർ. അതുപോലെ തന്നെ നന്നായിട്ടുണ്ട്. എത്രയോ നല്ല സിനിമകൾ നമ്മൾ കണ്ടതാണ് അല്ലേ. കറക്റ്റ് നമ്മൾ കാണേണ്ട കാര്യങ്ങളായിരുന്നു. നല്ലൊരു സോഷ്യൽ മെസ്സേജിൽ ഒരു സിനിമയാണ്. സിനിമകൾ ഇങ്ങനെ വരട്ടെ. അതെ, അത് നന്നായിട്ടുണ്ട്. അതിന്റെ സ്ക്രിപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കഥയാണ്. അടിപൊളി സിനിമ. നല്ല പടമാണ്, നല്ല സിനിമ. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ടോവിനോട് അഭിനയം നല്ല അഭിനയമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അഭിനയത്തെക്കാട്ടി നല്ല സ്റ്റോറിയുണ്ട്. ഫസ്റ്റ് ഹാഫ് ഇരുന്ന് കാണുമ്പോൾ ഫുള്ള് കാണുമ്പോഴേ അത് മനസ്സിലാവുന്നു. സിനിമ കണ്ടായിരുന്നു? ആ സിനിമ കാണാം, അത് മനസ്സിലാവുന്നത്. അതെ. സ്ക്രീനിൽ വന്നപ്പോഴത്തേക്കും നല്ലൊരു ടച്ച് ചെയ്തു. കാരണം നമ്മൾ അത് ന്യൂസിലൂടെയല്ലേ കണ്ടിട്ടുള്ളൂ, നമ്മൾ റിയലായിട്ട് പോയി കണ്ടിട്ടില്ല. നമുക്ക് അറിയാനുള്ളൊരു മാധ്യമം എന്ന് പറയുന്നത് സിനിമ മാത്രമേ ഉള്ളൂ. അതിനപ്പുറം അതിനകത്ത് നല്ല സ്റ്റോറിയുണ്ട്. തീർച്ചയായിട്ടും എല്ലാ തിയേറ്ററിൽ തന്നെ പോയി കാണണം. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അത് അറിയണം. കാരണം സമരം നടത്തുന്നതിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്, എന്തിനു വേണ്ടിയാണെന്ന് ആരും പറയാറില്ല. തീർച്ചയായിട്ടും പോയി കാണുക. ടോവിനോട് അഭിനയൊക്കെ കരയിപ്പിച്ചാണല്ലോ നമ്മളെ. അടിപൊളി മൂവിയാ. ആ മുത്തിങ്ങ സംഭവമൊക്കെ കാണിച്ച് എങ്ങനെയുണ്ടായിരുന്നു? അയ്യോ ശരിക്കും ഭയങ്കര ഇമോഷണലായി. നമ്മൾ ഈ കഥകളിൽ കേട്ടിട്ടുള്ളതും അതേല്ലേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് അത് കണ്ടപ്പോ എന്താ സിനിമാറ്റോഗ്രാഫി ഒക്കെ അടിപൊളിയാ. അതിന്റെ മേക്കിംഗ് ഒക്കെ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. മസ്റ്റ് വാച്ച്, അത്രേ ഉള്ളൂ. നമ്മളിനി കൂടുതൽ പറഞ്ഞു ആൾക്കാർക്ക് കാണാനുള്ള രീതി പോയല്ലോ. മ്യൂസിക് ഒക്കെ എങ്ങനെയുണ്ട്? മ്യൂസിക് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഒരു 6 വർഷം കഴിഞ്ഞിട്ടാണ് അനുരാജ് ഒരു പടം ചെയ്യണത്. അപ്പോൾ ഈ 6 വർഷം എന്തുകൊണ്ട് എടുത്തു എന്നുള്ളതിന് ഉത്തരമാണ് ഈ സിനിമ. അല്ല, ടോവിയുടെ ഒരു പീക്ക് പെർഫോമൻസ് നമുക്ക് സിനിമയിൽ കാണാൻ പറ്റും. പിന്നെ അതേ കണക്ക് തന്നെ നമ്മൾ ഈ കഥകളിലും ന്യൂസിലെല്ലാം അറിഞ്ഞിട്ടുള്ള ഒരു സംഭവം. അതെ. അപ്പോൾ ഇതൊരു ഫിക്ഷൻ കഥയാണിത്. തീർച്ചയായിട്ടും നമ്മളെയൊക്കെ ഇൻസ്പയർ ചെയ്യുന്നത് നമ്മൾ വായിച്ചിട്ടുള്ള ഏതെങ്കിലും ന്യൂസുകളോ നമ്മളെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസൊക്കെയാണ് നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നത്. അപ്പം അല്ലേ, നമ്മൾ സാധാരണ ആൾക്കാരാണെങ്കിൽ അത് കേട്ടിട്ട് പോകും, പ്രേക്ഷകർ ഇത് കാണും, സിനിമാക്കാരനത് സിനിമയാക്കും. അപ്പോൾ ആ സിനിമാറ്റിക് എക്സ്പീരിയൻസിനുള്ള ആ ഒരു സ്വാതന്ത്ര്യം, ലിബർട്ടിയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്തിട്ടുള്ളൊരു ഫിക്ഷൻ ആണ്. ഭയങ്കര ഇമോഷണലാണ്. ഞാനതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഈ വിഷയം അതിനെ ഇമോഷണലായിട്ട് കൂടി ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ കഥകൾ ആലോചിക്കുന്നവരല്ലേ. അപ്പോൾ ആ നിലയ്ക്ക് ഇതൊരു പെർഫെക്റ്റ് ബ്ലെൻഡാണ്. റൈറ്ററും
ഇതിൻ്റെ എഴുത്ത്, പിന്നെ ഓഫ് കോഴ്സ് ടോവിയുടെ പെർഫോമൻസ്, ചേരൻ സാറിൻ്റെ പെർഫോമൻസ്, ആര്യയുടെ പെർഫോമൻസ് ആൻഡ് അബിൻ്റെ എഴുത്ത്, പല ആൾക്കാരും. ഞാനൊക്കെ ആ സിനിമയിൽ ഏറ്റവും ഒടുവിൽ വരുന്ന ആളാണ്. അപ്പോൾ കാര്യങ്ങൾ വളരെ ഇമോഷണലാണ്. അല്ല, ഇപ്പം നമുക്ക് സാധാരണ അറിയാവുന്ന ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഒന്നെങ്കിൽ ചെറുപ്പക്കാരായിരിക്കും അല്ലെങ്കിൽ ഇത്ര വയസ്സിന് മേളിലുള്ളവരായിരിക്കും എൻഗേജ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ ഈ ഒരു സിനിമ വരുന്ന സമയത്ത് അത് രണ്ട് തരത്തിലുള്ള ആൾക്കാരും എന്താണ് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു സിനിമ. തീർച്ചയായിട്ടും അതെ, വളരെ കറക്റ്റാണ് പറഞ്ഞത്. അതായത് ഇത് സിനിമ ബഫ്സ് ആയിട്ടുള്ള പിള്ളേർക്ക് എല്ലാവർക്കും പുതിയ സിനിമ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആങ്സൈറ്റികൾ, എലമെൻറ്റുകളൊക്കെ അതേ ട്രെയിലറിലും വേടൻ്റെ സോങ്ങിലും കൂടി വന്നു. അവർക്കൊരു പക്ഷേ അന്ന് എത്രയോ നാളുകൾക്ക് മുമ്പ് നടന്ന ധാരാളം ഇൻസിഡൻറ്റുകൾ ചേർത്തുകൊണ്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത്. സിനിമാറ്റിക് ലിബർട്ടി ഉപയോഗിച്ചിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അത്തരത്തിലുള്ള ഗൗരവമായിട്ട് സിനിമ കാണുന്ന ആൾക്കാർക്ക് അവർക്ക് ആസ്വദിക്കാനുള്ള ഈ സിനിമയിലുണ്ട്. അതേസമയം തന്നെ പുതിയ പിള്ളേർക്ക് ടോവിയെ പോലുള്ള ഗംഭീരം പെർഫോമൻസാണ്. അപ്പോൾ അവർക്ക് സിനിമാറ്റിക്കായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതും എൻജോയ് ചെയ്യാനുള്ളതും ഇതിലുണ്ട്. ടോട്ടൽ കണ്ടൻറ്റും ഇതിലുണ്ട്. മലയാള സിനിമ കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നത് അതുകൊണ്ടല്ലേ. 240 ലാംഗ്വേജിലേക്കാണ് മലയാള സിനിമ ഇപ്പോൾ ഡബ് ചെയ്ത് ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിലുള്ള സിനിമകൾ മലയാളത്തിൽ വരുന്നതുകൊണ്ടാണ്. വേടന്റെ വിഷയം ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു പാട്ട് വന്നപ്പോൾ തന്നെ പടത്തിനൊരു ഹൈപ്പ് കയറി എന്ന് പറയുമ്പോൾ അത് ശരിക്കും നമ്മൾ വേടനെ പോലുള്ളവരുടെ രാഷ്ട്രീയം അത് നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. സിനിമയ്ക്ക് ഈ ഒരു കറക്റ്റ് സമയത്ത് അതൊരു കോയിൻസിഡൻസ് ആണ്. വേടൻ്റെ പാട്ടും മറ്റേ സംഭവമായിട്ട് ഓട്ടോമാറ്റിക്കലി ഒരു കോയിൻസിഡൻസ്. ഈ സിനിമയുടെ വിഷയമൊക്കെ അതാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അത് ധൈര്യമായിട്ട് ചർച്ച ചെയ്യാനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവുക, വേടനെ പോലുള്ള അതിൻ്റെ കൂടെ നിൽക്കാൻ, വേടനെ ഇപ്പോൾ നിൽക്കുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യം, വളരെ വലിയ കാര്യമാണ്. കഴിഞ്ഞ ദിവസം പാട്ട് ഇറങ്ങി ട്രെൻഡിങ് ആയപ്പോൾ തന്നെ ഇപ്പം വീണ്ടും ഈ ഒരു വേടൻ്റെ വിഷയം സംസാരമായിട്ടുണ്ട്. തീർച്ചയായിട്ടും. അല്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആണല്ലോ. ഞാൻ അതിനെ ഒരു മാർക്കറ്റിംഗ് ടൂളായിട്ട് ഉപയോഗിച്ചു എന്നല്ല പറയേണ്ടത്. വേടൻ, ഈ സിനിമയും വേടനുമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധമുണ്ട്. വേടൻ പറഞ്ഞ രാഷ്ട്രീയമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധമുണ്ട്. നമ്മൾ അത് കൂടുതൽ പറഞ്ഞാൽ സ്പോയിലറായി പോകും അല്ലേ. അത് കാണുന്നവർക്കറിയാം. വേടൻ്റെ രാഷ്ട്രീയവും ഈ സിനിമയുടെ രാഷ്ട്രീയവും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ബന്ധമുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഓഫ് കോഴ്സ് ഒരു പക്ക കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റാണ് സിനിമ. ആ എലമെന്റ്സ് എല്ലാം ഇതിലുണ്ട്. മ്യൂസിക്കിൽ തന്നെ വേടൻ കമ്പോസ് വരികൾ വരുമ്പോൾ പാടുന്നതിന് ജയ്സിംഗ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഹിറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ജേക്സിൽ ഒറിജിനൽ ട്രാക്കുകളാണ് മാക്സിമം യൂസ് ചെയ്തിട്ടുള്ളത്. സാധാരണ സിനിമാ പാട്ട് ആ സ്വഭാവത്തിലുള്ള ഒരു പാട്ടൊരു ഈ സിനിമയിലുള്ളൂ, നമ്മൾ കേട്ട് ശീലിച്ചു. ബാക്കിയെല്ലാം ഈ സിനിമയുടെ കഥയുടെ പശ്ചാത്തലമായിട്ട് ഏറ്റവും കൂടുതൽ ചേരുന്ന കഥാപാത്രങ്ങൾ തന്നെ പാടുന്നത് പോലെയുള്ള അവരുടെ തന്നെ ട്രഡീഷണൽ പാട്ടുകളും വരികൾ തപ്പിയെടുത്ത് അതിന് റിസർച്ച് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. അതൊക്കെയാണ് ഒരു എഫേർട്ട്. ആ എഫേർട്ട് ശരിക്കും പലപ്പോഴും നമ്മളെടുക്കുന്ന പണിയുണ്ടല്ലോ, നമ്മൾ ഒരു സിനിമയുടെ പിന്നാലെ നടന്ന് നമ്മളെടുക്കുന്ന പണി പലപ്പോഴും സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. വളരെ പണിയുണ്ട്. പക്ഷേ ഇതിൽ ആ തരത്തിലെടുത്തിട്ടുള്ള ജോലിയെല്ലാം വളരെ നന്നായിട്ട് വർക്കായി എന്ന് എനിക്ക് ഫീൽ ചെയ്തു. നമ്മൾ കണ്ടുവരുന്ന ഒരു പിടി മനുഷ്യന്മാരെ ലൈക്ക് മനുഷ്യനായിട്ട് കാണാത്തതിൻ്റെ പേരിൽ ഉണ്ടാവുന്ന കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. ജാതി, മതം, വർണ്ണം, ഭേദം എന്ന് അതൊക്കെ വെച്ചിട്ട് മനുഷ്യനെ തിരിക്കുന്നതിൻ്റെയും പിന്നെ ഈ വർഷങ്ങളോളം അല്ലെങ്കിൽ നൂറ്റാണ്ടുകളോളം തങ്ങളുടെ വീടായിട്ട് കണ്ടിരുന്ന കാടിൻ്റെ മക്കളാണ്. അപ്പോൾ അവർക്ക് ഇത് പറഞ്ഞ പോലെ നിയമവും രാഷ്ട്രീയക്കാരും ഗവൺമെൻറ്റും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഭൂമി പെട്ടെന്നൊരു ദിവസം അവരുടെ ഭൂമി അല്ലാണ്ടായി തീരുന്ന ഒരു സിറ്റുവേഷൻ വരും. അത് അനുഭവിച്ചവർക്കാണല്ലോ അതിൻ്റെ കഷ്ടപ്പാടും ഇതും അറിയുള്ളൂ. കാരണം നമ്മളെ പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോഴുണ്ടാവുന്നത് നിങ്ങളുടെ വീടല്ല ഇറക്കി വിടുമ്പോൾ ഉണ്ടാവുന്ന അതേ അവസ്ഥയാണ് അവർക്കുണ്ട്. ഇപ്പോഴും വർഷങ്ങളായിട്ട് നീതി കിട്ടാത്ത കുറേ ആൾക്കാരുണ്ട്. ഇപ്പോഴും കോടതി കയറി അടക്കുന്നവരുണ്ട്. അവർക്ക് കിട്ടേണ്ട ജസ്റ്റിസ് എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ വേഗമായി കിട്ടിയാൽ നന്നായിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു. എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ടോവിനോന്റെയും കൂടി ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? അല്ലെ, എല്ലാവരെയും പോലെയും ഞാനൊരു ടോവിനോ ഫാനാണ്. അതുപോലെ ഞാൻ കാണുന്നത് ആസ് ആൻ ആർട്ടിസ്റ്റ് ഇത്രയും ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടി വർക്ക് ചെയ്യുക. അതുപോലെ ഓരോ കൊല്ലം തോറും നമ്മൾ ടോവിനോയിൽ ഒരു അപ്ഡേഷൻ ആസ് ആൻ ആർട്ടിസ്റ്റ് ഒരു അപ്ഡേറ്റിംഗ് ഉണ്ടല്ലോ, അത് കാണുന്നു. ഭയങ്കര സന്തോഷം. നല്ലൊരു പടം ചെയ്തതിന്റെ ഒരു തീർച്ചയായിട്ടും നല്ലൊരു പടം. ലൈക്ക് ആസ് ആൻ ആർട്ടിസ്റ്റ് അതൊരു റെയർ ഓപ്പർച്യൂണിറ്റിയാണ് ഇങ്ങനെ ഒരു സ്ട്രോങ് ക്യാരക്ടർ ചെയ്യാൻ കിട്ടുക എന്നുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇന്ന് വളരെ സന്തോഷമുള്ള. ഇപ്പൊ മലയാള സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഒരു സംസാര വിഷയമായിരിക്കും, ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരു ചർച്ചാ വിഷയമായിരിക്കും.
പടം ഓൾറെഡി ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ചർച്ചാ വിഷയമായിരുന്നു. ഇൻ കേസ് പറയുന്നുണ്ടെങ്കിൽ വേടന്റെ കാര്യത്തിലാണെങ്കിലും ഈ പടത്തിന്റെ എല്ലാ എലമെന്റും ഉണ്ട്. അപ്പോൾ ഇത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇനിയും ആ ഒരു ചർച്ചാ വിഷയം മുന്നിലേക്ക് തന്നെ വരും. ചർച്ചകൾ വരട്ടെ, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് കൂടുതൽ ആധികാരികമായിട്ട് സംസാരിക്കാൻ എനിക്ക് അറിയില്ല. പറയുന്ന പൊളിറ്റിക്സ് വെച്ച് നോക്കുമ്പോൾ സിനിമ പറയുന്ന പൊളിറ്റിക്സ് വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഇനിയും സംസാരിക്കാനുള്ള അതെ, ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ചർച്ച ചെയ്യപ്പെടട്ടെ. അങ്ങനെ ചർച്ച, ഞാൻ പറഞ്ഞല്ലോ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ, നീതി ഇപ്പോഴും ലഭിക്കാത്ത കുറേ ആൾക്കാരുണ്ട്. എനിക്ക് ആ ചർച്ചയിലൂടെ നീതി വേഗത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച്, ഫുൾ നരിവേട്ട ടീമിനെ സംബന്ധിച്ച് അത് ഞങ്ങൾക്ക് അത്രയും സന്തോഷം വേറെ ഉണ്ടാകും. അപ്പം എനിക്ക് മൂവി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടുള്ള, നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഒരു പടം കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങി പോരുന്ന രീതിയിലല്ല, നമുക്ക് ചിന്തിക്കാനുള്ളത് കൂടി ഇട്ട് തന്നിട്ടാണ് ഡയറക്ടറും അതിൻ്റെ റൈറ്ററും എല്ലാം തോന്നിയിരിക്കുന്നത്. നമ്മൾ പടം സൂപ്പർ ഹിറ്റ് ആവും. എല്ലാവരും നിങ്ങളെല്ലാം പടം കണ്ട് വിജയിപ്പിക്കണം കേട്ടോ. നിങ്ങളെ ഓക്കെ. അതെ, ഈ പടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മള് ഈ പടത്തിന്റെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പണ്ടെപ്പോഴും കേട്ടിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ആ ഒരു സംഭവം സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എത്രത്തോളം അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള പടം. അതിൽ നമ്മൾ പത്രത്തിലൂടെ അറിഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ അന്നത്തെ കാലത്ത് അത് മാത്രമല്ലേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു റൈറ്റർ, ഒരു ഡയറക്ടർ, അവരൊക്കെ അതിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ നമ്മളും ആ കാലത്തിലേക്ക് ഇങ്ങനെയൊക്കെ ആണല്ലേ എന്ന്. നിങ്ങളൊക്കെ കുഞ്ഞായിരിക്കും അല്ലേ? അപ്പം നമ്മളും ചിന്തിക്കുന്നു, ഇത്രയും ഭീകരമായിരുന്നു അവിടെ, ഇത്രയും പേര് മരിച്ചിട്ടുണ്ട്, ഇത്രയും ഭീകരമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം അത് നമുക്കൊരു ചിന്തിക്കാനുള്ള ഒരു വിഷയമാണ്. നമുക്ക് ചെറുപ്പക്കാരിലേക്ക് കുറച്ച് കണക്ട് ആവുന്ന രീതിയിലും പടത്തിന്റെ ഇത് തോന്നുന്നുണ്ട്. പറയേണ്ട PSCയുടെ കഥകളൊക്കെ വരുമ്പോഴത്തേക്കും എന്താണ് തോന്നിയത്? എന്താണ് PSCയുടെ കുറച്ച് സംഭവങ്ങൾ പറയുന്നത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന വേറെ സംഭവം ഈ PSCന്റെ ബാക്കിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇത് ഓരോ വീട്ടിലെ വിഷയങ്ങൾ സംസാരിക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ വന്നതിനെ ഓരോ അമ്മമാരെ അച്ഛന്മാരെ മനസ്സെന്ന് വെച്ചിട്ടാണ് മക്കള് നല്ല നിലയിലോട്ട് വേഗം എത്തണമെന്നല്ല ആഗ്രഹിക്കണം അവർക്ക്. അന്നത്തെ കാലത്ത് അമ്മമാരും അച്ഛന്മാരും രക്ഷിതാക്കൾ ചിന്തിക്കുക, മോള് എത്രയും പെട്ടെന്നൊരു ഗവൺമെൻറ് ജോബ്, ഇന്നും അതിന് വലിയ മാറ്റമൊന്നുമില്ല, ഗവൺമെൻറ് ജോബിലോട്ട് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ അമ്മയും മകനെ കമ്പൽ ചെയ്യണതും അതുകൊണ്ട് തന്നെയാണ്, ഒരു ജോബിൽ എത്തുക, പിന്നെ സ്റ്റേജ് പെണ്ണിനെ സ്വന്തമാക്കാൻ ഒരു ജോലി മസ്റ്റാണ് എന്ന രീതിയിലാണ്. അതാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ PSCയുടെ പിന്നാമ്പുറമൊന്നും അവിടെ അങ്ങനെ കാണിക്കുന്നില്ല. എന്താണ് കാണിച്ചത്? ഒന്നും കാണിച്ചില്ല. ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. ഒരു കുറച്ചൊക്കെ ഒരു ഹാഫൊക്കെ ആയപ്പോൾ തൊട്ട് ക്ലൈമാക്സ് ഒക്കെ ആയപ്പോൾ തൊട്ട് എല്ലാവരും ഓൾമോസ്റ്റ് കരച്ചിലായിരുന്നു തോന്നുന്നു തിയേറ്ററിൽ. അടിപൊളി, ഒരു രക്ഷയില്ല. അവനോട് ഓരോരോ എക്സ്പ്രഷൻസ് കാണുമ്പോഴത്തേക്കും നമ്മൾ ആ ക്ലൈമാക്സിൽ ഓരോ സംഭവങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും എങ്ങനെയാ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ട് നമ്മൾ കരഞ്ഞു പോവായിരുന്നു. നമ്മള് എപ്പോഴും കേട്ട ഒരു സംഭവം, പണ്ടെപ്പോഴും കേട്ട ഒരു സംഭവം സിനിമയായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്താണ്? അതെ 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 പണ്ട് നടന്ന സാധനങ്ങൾ ഇതൊക്കെയാണല്ലോ എന്നിങ്ങനെ സ്ക്രീനിൽ കാണുമ്പോൾ അതും കൂടി കണക്ട് ചെയ്ത് ഭയങ്കരമായിട്ട് വിഷമം വരുമായിരുന്നു. ഭയങ്കരമായിട്ട് കരച്ചിലായിരുന്നു, ഫുൾ കരച്ചിലായിരുന്നു. എന്തോ അടിപൊളി, ഒരു രക്ഷയില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. വയനാടിന്റെ ഭാഗങ്ങളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അടിപൊളി, എല്ലാം സൂപ്പർ, അടിപൊളി. ഫാമിലി ഓഡിയൻസിന് കാണേണ്ട ഒരു സിനിമയാണ്. അതെ അതെ, തീർച്ചയായും.